ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഹാർട്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരിഭാഗത്തായിട്ട് ഞാൻ പേപ്പർ ടേപ്പ് ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഒരു 3 ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ തുണിയാണ്. ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടാണ്, ഒരളവും തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് കൈത്തയ്യലൊന്ന് കൊടുത്തെടുക്കണം. കുറച്ച് ഭാഗം വിട്ടാണ് ഞാൻ കൈത്തയ്യൽ കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഗ്യാപ്പ് കൊടുത്ത ഭാഗത്തൂടെ നമുക്ക് കുറച്ച് കോട്ടൺ ഇതിനകത്ത് കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വൂളൻ ത്രെഡ് വെച്ച് തന്നെ ഇതിനകത്ത് ഒന്ന് ലവ് എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഗ്ലിറ്റർ വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നേരത്തെ എടുത്ത കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് അരിവ് ഭാഗത്തായിട്ട് ഇതുപോലെ ക്രാഫ്റ്റ് പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വശത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം മുകളിലത്തെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ചേർത്ത് ചെയ്തെടുത്തേക്കുന്ന ഒരു കാർഡ്ബോർഡ് പീസും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ലവ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാ വശങ്ങളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് റെഡ് കളർ ക്രാഫ്റ്റ് പേപ്പർ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. എല്ലാ വശത്തും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിവിടെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.